ഹായ്, ഞാൻ അഞ്ജന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഏതൊരു മേഖലയിലും വിജയിക്കണമെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്തെല്ലാം മാർഗങ്ങളിലൂടെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. നമ്മുടെ ശക്തിയും ബലഹീനതയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയും അതേപോലെ നമ്മൾ മികവ് പുലർത്തുന്ന മേഖലകൾ കണ്ടെത്താനും അത് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കണം. ബലഹീനതകൾ തിരിച്ചറിയാൻ സാധിക്കണം എന്ന് ഉദ്ദേശിച്ചത്, ഒരാൾക്ക് വലിയൊരു ഗായകനാവാനാണ് ഇഷ്ടം എന്ന് വിചാരിക്കുക. പക്ഷെ അദ്ദേഹത്തിന് സ്റ്റേജിൽ കയറുക എന്ന് പറയുന്നത് വളരെ ഭയമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഭയം നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് ആ ഒരു സ്കില്ല് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പ്രശ്നം നമ്മൾ കണ്ടെത്താനും അത് പരിഹരിക്കാനും സാധിക്കണം. നമുക്ക് എപ്പോഴും ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. എന്തെങ്കിലും ജോലി എന്ന് പറയുന്നതിന് പകരം എന്ത് ജോലി എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളെ നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. അതായത് നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും ആ ഒരു മേഖലയെ സംബന്ധിച്ച എല്ലാ അറിവുകളും കണ്ടെത്തി ആ ഒരു മേഖലയിൽ നമുക്ക് നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കാനും സാധിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്നത് മറ്റുള്ള ആളുകളല്ല, നമ്മൾ തന്നെയാണ്. അതായത് നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അതെനിക്ക് കഴിയില്ല, അങ്ങനെ പറഞ്ഞ് നമ്മൾ സ്വയം നമ്മളെ കുറ്റപ്പെടുത്തുകയും പരിതപിക്കുകയും ചെയ്യാറുണ്ട്. അത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള നെഗറ്റീവ് ടോക്ക് നിർത്തിയിട്ട് എന്റെ ജീവിതം ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്വയം പറയാൻ ശ്രമിക്കുക. ഇനി നാലാമത്തെ കാര്യം, നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം കൂട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നമ്മുടെ കൃതജ്ഞതാ മനോഭാവം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. അതായത് ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഇനി അഞ്ചാമത്തെ കാര്യമാണ്, ഭയമുണ്ടെങ്കിലും ആ ഭയക്കുന്ന കാര്യം നമ്മൾ ചെറുതായിട്ടെങ്കിലും ചെയ്തു തുടങ്ങുക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അവസരം നമുക്ക് ജീവിതത്തിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഭയം കാരണം നമ്മൾ അത് ഒഴിവാക്കുകയാണെങ്കിൽ അത് പിന്നെ ഒരു നെഗറ്റീവ് പാറ്റേൺ ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രൂപപ്പെടും. പരാജയങ്ങളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക. ഓരോ പരാജയങ്ങളും ഓരോ പഠനാനുഭവങ്ങളായിട്ട് കണക്കാക്കുക. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. നമുക്ക് ചിലപ്പോൾ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിലേക്ക് എങ്ങനെ എപ്പോ പ്രവർത്തിക്കണം എന്നുള്ള യാതൊരു അറിവും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അറിവുണ്ടെങ്കിലും നമ്മൾ അത് പ്രവർത്തിക്കാൻ മടി കാണിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നൽകിയിട്ട് സമയത്തെ മൂല്യമുള്ളതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് വിജയങ്ങൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിജയങ്ങളെ പോലും നമ്മൾ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും എത്രത്തോളം എത്തി എന്ന് സ്വയം വിലയിരുത്താൻ ശ്രമിക്കുക. ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതിലൂടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ സ്വഭാവമായി മാറും. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ.